നായരമ്പലം ഭഗവതി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദിയുടെ ഭാഗമായി ഓർമ്മ കൂട്ടായ്മ നടത്തി. 1983 SSLC ബാച്ചിന്റെ വാർഷികവും കുടുംബസംഗമവും മുൻ അധ്യാപകൻ VS രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പല മേഖലകളിൽ ഉയരങ്ങളിലെത്തിയവരുണ്ടാകാം. പലരും ഈ വളർച്ചയുടെ ഘട്ടത്തിൽ ഉയരങ്ങളിലെത്തിയവരും അതുപോലെ താഴ്ന്നു പോയവരും പാർശ്വവർത്തികളുമായ ഒരുപാട് പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. അവരുടെയൊക്കെ ക്ഷേമാന്വേഷണം കൂടി ഇതുപോലുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഒരുക്കുമെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കൂടി ആഘോഷിച്ച് പാട്ടുപാടി ഒരു ദിവസം പിരിഞ്ഞു പോകുന്നു. എങ്ങനെയെല്ലാമാണ് തന്നോടൊപ്പം പഠിച്ചവർ കഴിയുന്നത് എന്ന് അന്വേഷിക്കുന്നത് മഹത്തായ ഒരു കർമ്മമാണ്. അത് അന്വേഷിക്കുമ്പോഴാണ് പല നിലകളിലും ഉയരങ്ങളിലെത്തിയവരുണ്ടാകാം. പല നിലകളിലും ഉയരങ്ങളിലെത്താൻ വേണ്ടി ശ്രമകരമായി ശ്രമിച്ചപ്പോൾ അവിടെ പിടഞ്ഞു വീണവരുണ്ടാകാം. അവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു കൂട്ടായ്മയുടെ സുഖം വേറെയാണ്. അത് വലിയൊരു ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് കഴിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100 വർഷം പിന്നിടുന്ന ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. അന്ന് ഇവിടെ ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നുമില്ല. ആകെയുള്ളത് F ഷേപ്പിൽ തെക്കോട്ട് ദർശനമായി കിടക്കുന്ന ഒരു തോന്നിട്ട കെട്ടിടം. ആ കെട്ടിടം പിന്നീടുണ്ടായതാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ഓലക്കെട്ടിടത്തിലായിരുന്നു പഴയ ഭഗവതി വിലാസം LP സ്കൂൾ. 5ാം സ്റ്റാൻഡേർഡ് വരെ ഉള്ള ഒരു വിദ്യാലയം. അതിന് സമീപത്തായി വെള്ളം നയിക്കാത്ത ചെങ്കലിൽപ്പെടുന്ന ഓടിട്ട ഒരു കെട്ടിടം തെക്ക് ഭാഗത്ത്. ഈ 2 കെട്ടിടങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെയുള്ളത് ഇവിടെ ഈ വെള്ളിയുടെ തെക്കേ ഭാഗത്ത് ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല, കടകൾ. കൂട്ടായ്മയുടെ പ്രസിഡന്റ് KR ഗംഗൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് മരക്കാപ്പറമ്പിൽ, S ജയഗോപാൽ, EB രഘു, KP മണി, അരവിന്ദാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഗുരുക്കന്മാരായ അധ്യാപകരെ ആദരിച്ചു.